ഹായ്, എല്ലാവർക്കും ബിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷോർട്ട് ഇട്ടപ്പോഴേ ജയശ്രീ ചോദിച്ചായിരുന്നു, ഈ എന്നും ഇഡലിയും ദോശയും കഴിച്ച് മടുക്കത്തില്ലേന്ന്. എനിക്ക് തോന്നുന്നു ജയശ്രീ ഈ ഷോർട്ട് കാണുമ്പോൾ ഷോർട്ടിൻ്റെ അകത്ത് കൂടുതലും ഇഡലിയും ദോശയാണ്. എൻ്റെ നോർമൽ വ്ളോഗിൻ്റെ അകത്ത് എനിക്കൊന്നും ജേഴ്സിക്ക് സമയമില്ലാത്തതുകൊണ്ട് ജോലിക്കൊക്കെ പോകുന്നതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഇനി നോർമൽ വ്ളോഗ് കാണാത്തതെന്ന് അറിയത്തില്ല. ഞാൻ അല്ലാത്ത നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പാസ്ത ഉണ്ടാക്കും, ടോസ്റ്റ്, ബ്രെഡ്, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കും, അങ്ങനെ പലതും ഉണ്ടാക്കുമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ജേഴ്സിക്ക് ഇഡലി ദോശ ഉള്ള ദിവസത്തെ വീഡിയോ ആയിരിക്കും ചെല്ലുന്നത് നോട്ടിഫിക്കേഷൻ. എല്ലാം മാറി മാറി ചെയ്യും, ഞാനൊന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇഡലി ഉണ്ടാക്കിയിട്ട് മസാല ഇഡലി ഉണ്ടാക്കണം. പിന്നെ ദോശ വേണ്ടിയവർക്ക് ദോശ. ഇതിൻ്റെ കൂടെ ഇന്ന് ചട്നിയാണ് ഉണ്ടാക്കുന്നത്, വെള്ളച്ചട്നി. അപ്പോൾ ഇഡലി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ട്രിപ്പ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇഡലിയും ചട്നിയും കൂടാണ് ഇഷ്ടം. ഞാൻ ചട്നിക്ക് കടുക് വറക്കാനേ കൊച്ചുള്ളിയാണ് എടുത്തത്. ഈ കൊച്ചുള്ളി അങ്ങോട്ട് നമ്മൾ ഇട്ട് കടുക് വറക്കുമ്പോൾ ഒരു പ്രത്യേകതായ ഒരു മണമാണ് വരുന്നത്. സവാളയേക്കായി ഒരു പ്രത്യേക മണം അതിന് വരുമെന്നുള്ളതാണ്. ഞാൻ കടുക് വറുത്തിട്ട് തീ അങ്ങ് ഓഫാക്കിയേ. എന്നിട്ട് ആ ചീനച്ചട്ടിയുടെ ചൂടിൻ്റെ അകത്തോട്ടാണ് ഞാൻ ഈ ചട്നി ഒഴിച്ചത്. എന്നിട്ട് ഇപ്പം ഞാൻ ഈ ജാറിൻ്റെ അകത്ത് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ചൂടുവെള്ളം അങ്ങനെ ചൂടുവെള്ളമല്ല, ഒരിളം ചൂടുവെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ ഞാൻ ഉണ്ടാക്കിയായിരുന്നേ, അതോടെ ഇനി ഒന്ന് എടുക്കട്ടെ. ഇന്ന് മുതൽ അപ്പം പ്രൈസന് എക്സാം കഴിഞ്ഞിട്ട് ഇനി മാർച്ച് 6 തീയതി എങ്ങാണ്ട് വരെ അവന് അവധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂ അക്കാഡമിക്ക് തുടങ്ങുക. അപ്പോൾ എനിക്കിനി അത്രയും ദിവസം രാവിലെ 5 മണിക്ക് എണ്ണിക്കേണ്ട ആവശ്യമില്ല. കാരണം പോളിന് ഒരു 7:30 ആകുമ്പോഴൊക്കെ 8-8:30 ആയിട്ട് പോയാൽ മതി. അപ്പോൾ അതിന് മുമ്പിട്ട് ഒരു അരമണിക്കൂർ കൂടെ കിടക്കാം. അപ്പം ഇഡലി ഞാൻ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച്. ഞാൻ മസാല ഇഡലി ഉണ്ടാക്കിയില്ല, 5-6 ദോശ ഉണ്ടാക്കിയിട്ട് മസാല ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച്. മസാല ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഇഡലി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ പ്രൈസന് ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിക്കുമല്ലേ, അത് പ്രൈസന് ഇഷ്ടമല്ല. പോളിന് പക്ഷേ അതിഷ്ടമാണ്. അപ്പോൾ പ്രൈസൻ പറയും എനിക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാതെ ഇച്ചിരി എടുത്തിട്ട് അച്ചാച്ചൻ ഒഴിച്ചു കൊടുക്കാൻ പറയാം. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പം പ്രൈസിന് വേണ്ട, ഇത് പോളിന് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. പ്രൈസിന് സമയത്ത് എക്സാം ഒക്കെ ആണെങ്കിൽ അവന് ടിഫിനൊന്നും കൊണ്ടുപോകണ്ട, വീട്ടിൽ വന്നാൽ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും രാവിലത്തെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ ടിഫിനൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാനും കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. രാവിലത്തെയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ചുമന്നേരി ഇവർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സെപ്പറേറ്റ്, പിന്നെ ചിലപ്പോൾ ഡാഡിക്കും കുഴപ്പമില്ല, കൂടുതലും വെള്ളേരി അവർക്കൊക്കെ ഇഷ്ടം. ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇച്ചിരി ചുമന്നേരി ഇടുന്നുണ്ട്, പിന്നെ അവർക്ക് വെള്ളേരിയും. പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി ബാക്കിയും ഒന്നും കഴുകണം. അപ്പോൾ റേച്ചാൻ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി അവിടെ ഇരിക്കുക. അപ്പം ഞാൻ എന്നാൽ റേച്ചാനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പം ഞാൻ അവിടെ നിന്നുണ്ടേ എനിക്ക് റേച്ചാനോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ചിന്തിച്ച്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോണം നിങ്ങളെ. ഇല്ല, പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് റേച്ചാൻ ഒരു ബബായിപ്പോയി. റേച്ചാൻ താഴെ പോയോൻ ബായൊക്കെ കൊണ്ട് അവിടെ ഇട്ടേക്കുന്നു. ഡാഡി റെസ്റ്റ് എടുക്കുവാണ്.
റീച്ച, എന്നെക്കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞേ. റീച്ചാന് പ്രശ്നം വേണോ? പ്രശ്നം ഉണ്ടാക്കണോ? പറ. റീച്ചാന് ചിരി വരുന്നു. ഹാർഡ് വർക്കിംഗ്. ആ പിന്നെ മനസ്സിലുള്ളതൊക്കെ വരട്ടെ. റീച്ചാൻ ഒന്നും പറയത്തില്ല കേട്ടോ. പിന്നെ ഓഫീസിൽ പോകണോ? അത്രയ്ക്ക് വേണ്ടിയുണ്ടോ? ഒരു കവിത എഴുതി വെച്ചേരെ. റെസ്പോൺസിബിലിറ്റി. ആ ഇതൊക്കെ മനസ്സിലുണ്ട് അന്നേരം അല്ലേ? എനിക്ക് വയ്യെങ്കില് റീച്ചാൻ എങ്ങനെ ഒന്ന് ചോദിക്കത്തൊന്നുമില്ല അല്ലേ? എങ്ങനെ ഉണ്ടെന്നൊന്നും അതാവശ്യമില്ല. വയ്യ പറഞ്ഞുകൊണ്ടിരുന്ന വയ്യ പോകുന്നു. അതുകൊണ്ട് ബി സ്ട്രോങ്. ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ആ ബക്കറ്റ് അതിപ്പോഴാ പുള്ളി കയ്യിലെടുത്തത്. ആദ്യം ഞാൻ അടുക്കളയിൽ നിന്നുണ്ടേ, മുകളിൽ നിന്ന് ഇങ്ങനൊരു എന്തോ ഒരു സാധനം ഇറങ്ങി വരുന്നു. ഞാൻ അലറി വിളിച്ചു പോയി. എന്തെങ്ങാണ്ട ഈ ആൾ പിന്നാണ്, ബക്കറ്റിൻ്റെ പുറകെയാണ് ആളിറങ്ങിയത്. മേളിൽ നിന്നാണ് പെയിൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങാരും പേടിച്ചെന്ന് തോന്നുന്നു. അടുക്കളയുടെ വാതിക്കാൻ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ റീച്ചാൻ പറഞ്ഞില്ലേ വയ്യാന്ന്. ഇല്ല, പ്രതീക്ഷിക്കാതുള്ള ചോദ്യമായിപ്പോയി. ഞാൻ അവിടെ നിന്ന് റീച്ചാൻ അങ്ങനെ ഇരിക്കുന്നതെന്ന് പോയി എടുക്കുക. അന്നേരം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതുകൂടെ ഒന്ന് ചോദിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ റീച്ചാൻ പറഞ്ഞില്ലേ വയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ റീച്ചാൻ പിന്നെ ആ പറഞ്ഞത് ശരിയാ, എങ്ങനെ ഉണ്ടോയെന്നൊന്നും വന്ന് ചോദിക്കത്തില്ല. പക്ഷേ ആൾ നമുക്ക് വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തോളാൻ പറയും, ഒന്നും ചെയ്യണ്ടെന്ന് പറയും. പിന്നെ ഞാനാ കേൾക്കാതെ പോയി ചെയ്യുന്നത്. ഇന്ന് നമുക്കേ ഉരുളൻകിഴങ്ങും മട്ടറും പനീറും ഇട്ടൊരു കറി, പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാവുന്നൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ നല്ല നാൻ അങ്ങനെയൊക്കെയുള്ള എൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാം നമ്മൾ കുക്കറിലായതുകൊണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമേ. പ്രൈസൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 10:30 കഴിയുമ്പോൾ വരുമെന്ന്. അങ്ങനെ അവൻ്റെ ബാഗെല്ലാം കട്ടിലേക്ക് കൊണ്ട് എറിഞ്ഞിട്ട് അവൻ സൈക്കിൾ വിട്ടാൻ പോയായിരുന്നു. ഇപ്പം ഞാനതാ പറഞ്ഞ ഇച്ചേരം അവിടെ ഇരുന്നിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ പഠിക്കാൻ ഞാൻ പറഞ്ഞാണ്. അതിന് ഞാങ്ങാന്ന് പറഞ്ഞ് മൂങ്ങി അവിടെ നിന്ന്. ഞാനിവിടെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുക്കറിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 2 ഏലക്ക ഒന്ന് ചതച്ചത്, 2 ബേ ലീഫ്, ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിയണേ 2 സവാള, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലെ ടൊമാറ്റോ അരച്ചത് അതോട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അന്നേരം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കൈ കൊണ്ടൊന്ന് ഞെവിടിയാൽ മതി. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മട്ടർ, ഒരു 2 മീഡിയം സൈസിലെ ഉരുളൻകിഴങ്ങ് വേണ്ടെങ്കിൽ ചേർക്കണ്ട, ഞാൻ ചേർക്കുന്നുണ്ട്.
കസൂരി മേത്തി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കാം. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ നമ്മൾ ടൊമാറ്റോ അരച്ചില്ലേ അത് കഴുകി ഇച്ചിരി വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമേ. ഒരു ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം അടിക്ക് പിടിക്കല്ലല്ലോ. ഒന്നര കപ്പ് വെള്ളമേ. ഒരു 2 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് ഞാനേ. ഇവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ചൂട് വെള്ളത്തിലോട്ട് പനീർ നിങ്ങൾക്ക് 200 ഗ്രാമിൽ കൂടുതൽ എടുക്കാം. ഞാൻ 200 ഗ്രാം എടുത്തന്നേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാണ്. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പ് എല്ലാം ഒന്ന് മാറിക്കിട്ടും. ഒത്തിരി ചൂടില്ല, ഇച്ചിരി ചൂടേ ഉള്ളേ. ഇതിപ്പോൾ ഞാൻ 2 വിസിൽ അടിച്ചെടുത്തായിരുന്നു. ഞാൻ പ്രഷർ ഇപ്പോഴാണ് മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബേ ലീഫൊക്കെ എടുത്ത് അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയുണ്ടെങ്കിൽ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പനീർ ഇട്ട് കൊടുത്ത് ഞാൻ ആ ബേ ലീഫ് ഒരു ബൗളിൻ്റെ അകത്തായിട്ട്, അപ്പോൾ ആ ബൗളിൻ്റെ അകത്താണ് ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ കളർ വെള്ളത്തിന്. നിങ്ങൾ ചിന്തിക്കും അയ്യോ ഈ വെള്ളം എന്താ കളറെന്ന്. അപ്പോൾ ആ ബേ ലീഫിൻ്റെ അകത്ത് ഇച്ചിരി മസാല ഉണ്ടായിരുന്നല്ലേ, അതാണ് അത് ഒഴിച്ചത്. അപ്പം ഞാനത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടാക്കിയായിരുന്നേ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നതേ, നിങ്ങളുടെ കയ്യിൽ പാൽപ്പാട ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതായത് മലായി. ഞാനിപ്പോൾ ഇച്ചിരി ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നേ, അതാ ചേർക്കുന്നത്. തീ ഒന്ന് കുറച്ച് കുറേയും കൂടെ ചാറ് കുറുക്കി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. പക്ഷേ ഇത് തണുക്കുമ്പം കുറേയും കൂടെ അങ്ങ് കുറുകിയായിരുന്നു കേട്ടോ. ഈ ക്രീമൊക്കെ നമ്മൾ ഇട്ടത് കൊണ്ട് അത് നന്നായിട്ടതൊന്ന് തണുത്തൊന്നെ തിക്കായായിരുന്നു. അടിപൊളി. സൂപ്പറേ. അതുകൊണ്ട് ഈ ലൈറ്റിങ്ങിൽ നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഞാൻ ചെറിയൊക്കെ അങ്ങ് ലിപ്സ്റ്റിക്ക് തേച്ചതുപോലെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെ തോന്നും കേട്ടോ. ഇത്രയും കളറൊന്നുമില്ല എനിക്ക് കേട്ടോ. കേട്ടോ. ഇത് തണുക്കുമ്പോഴാണ് കുറേയും കൂടെ തിക്കാവുന്നത്. അപ്പം നല്ല ചൂടാണ്. ഒരാളിവിടെ വന്ന് ഉടുപ്പിടാതെ, ഞാൻ പറഞ്ഞു ഉടുപ്പിട്ടിട്ടുണ്ട് വന്ന്. അവന് ഉടുപ്പിടത്തേയില്ല. ഇപ്പം പിന്നെ ഇച്ചിരി ചൂടാ, തണുപ്പ് സമയത്ത് ഇതാ. അങ്ങനെ അവൻ ഈ അസുഖം വന്നത് ഇത്രയും. അവന് ചപ്പാത്തി ഇതുകൂടെ കൊടുക്കട്ടെ. കറി സൈഡിൽ വേണോ ബൗളിൽ വേണോ? ബൗളിൽ എടുക്കടാ, ബൗളിൽ തരാം. ബൗളില്ല നല്ലത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്
ആ ബെല്ലേക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.